Hi, welcome all to Nisha's Online Academy. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു അത്യാവശ്യം ഒരു 6 പോയിന്റ്സ് എക്സ്പ്ലനേഷൻ എങ്കിലും നമ്മൾ അവിടെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, സോ നല്ല പേപ്പറാണ്, നല്ല എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, സോ അതിലെന്താണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. പാർട്ട് ബി ആണ് നമ്മൾ ഇനി നോക്കുന്നത്. So what are the importance of feasibility study and types? Feasibility studyയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാ ഒരു പ്രൊജക്റ്റ് നടപ്പാവോ ഇല്ലേ എന്ന് പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ എന്ത് പ്രൊജക്റ്റും പൈസ ഇറക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ പൈസ ഇറക്കുന്ന സമയത്ത് നമ്മൾ നോക്കണ്ടേ അത് മാർക്കറ്റിലേക്ക് ആവശ്യമുണ്ടോ, അത് വയബിൾ ആണോ, അത് നടപ്പാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി ആൻഡ് ടൈപ്സ്. ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ടൈപ്സും ചോദിക്കുന്നു. ഒന്ന്, നമ്മൾ ഹെൽപ്പ് ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്ഫിൽ ചെയ്യും. പിന്നെ ഏത് പ്രോജക്റ്റ് ആണ് നല്ലത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇക്കണോമിക്, നമുക്ക് ലാഭകരമാണോ, കോസ്റ്റ് ഒക്കെ നമുക്ക് ലാഭകരമായിരിക്കുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇക്കണോമിക് ഫീസ്. ടെക്നിക്കലി മെഷീനറി സ്കിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുമോ ഇത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളത്, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുമോ, കസ്റ്റമേഴ്സ് ഉണ്ടോ, ഫൈനാൻഷ്യലി പ്രൊജക്റ്റിനുള്ള ഫണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ മെട്രിക്സ് ആൻഡ് പ്രൊജക്റ്റ് ടീം. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അതായത് അതായത് എംപ്ലോയീസ് വർക്ക് വിതിൻ ദെയർ സ്പെഷ്യലൈസേഷൻ. ഫിനാൻസുകാർ ഫിനാൻസിൽ, HRMകാർ HRMൽ, ഇങ്ങനെ അതാത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പം നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും അവർ. ഇനി ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് എന്തുണ്ടാവില്ല, വലിയ കോർഡിനേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മെട്രിക് സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ കമ്പൈൻസ് ഫങ്ഷണൽ, ഫൈനാൻസ് ഒരു നല്ല ആള്, മാർക്കറ്റിംഗ് ഒരാൾ, ഇതിൽ ഒരാൾ, പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഫങ്ഷണൽ എക്സ്പെർട്ടൈസ് കൂടിച്ചേരുന്നു ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈഗോ ഉണ്ടാവും ചില സമയത്ത്, അതായത് ഡ്യുവൽ അതോറിറ്റി നമുക്ക് അവിടെ കാണാൻ വരുന്നതാണ്. പ്രൊജക്ട് ടീം സ്ട്രക്ചർ, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, അതാണ് ഇപ്പോൾ കൂടുതലും പോവാറ്. ഒരു പ്രൊജക്റ്റ് ഒരു ടീമിനെ ഏൽപ്പിക്കും. പ്രൊജക്ട് ടീം മെമ്പേഴ്സ് ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദി പ്രൊജക്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിസോഴ്സസ് മേ ബി, അപ്പോൾ സ്പീഡും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ കൂടും. റിസോഴ്സസ് മേ ബി, പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ആൻഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇതുണ്ട്. കാരണം ഒരു ടീമിലേക്ക് അത്രയും ആൾക്കാരെ, എല്ലാം അറിയുന്ന ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യണ്ടേ, അപ്പോൾ കോസ്റ്റ് കൂടും. പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ 4 പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ ഇനീഷ്യേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അല്ലേ? ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക, പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റ്, IPEMCC, ഇനീഷ്യേറ്റ്, പ്ലാൻ, എക്സിക്യൂട്ട്, മോണിറ്റർ, കൺട്രോൾ. IPE ആൻഡ് MCC, ഇനീഷ്യേറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, ക്ലോസ് ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്ട് ആർ ദ കീ ബെനിഫിറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ് കൺട്രോൾ സിസ്റ്റം? ഒരു പ്രൊജക്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു നല്ല ടൈമിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ നമുക്ക് അപ്പോൾ നടത്താൻ പറ്റും, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, നമുക്ക് എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, നല്ല കോർഡിനേഷനും ഇംപ്രൂവൈസേഷനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റിസോഴ്സ് ഷെഡ്യൂൾ ചെയ്യുക, മെൻ, മെഷീനറി, മണി, മാർക്കറ്റ്. 4 M's ട്ടോ. റിസോഴ്സസ് 4 M's, മെൻ, മെഷീനറി, മണി, മാർക്കറ്റ്. ഇതാണ് 4 M's എന്ന് പറയുന്നത്. ഇത് 4ഉമാണ് റിസോഴ്സസ്. അപ്പോൾ ഈ റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അലോക്കേറ്റ് ചെയ്യുക, ഇത് അതാത് പ്രൊജക്ട്സിലേക്ക് അത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ കാണും. ടൈം ഷെഡ്യൂളിംഗ് ആണ് ആ പെർട്ടും CPO ഒക്കെ.
ഇനി റിസോഴ്സ് കോൺഫ്ലിക്ട്സുകൾ അവോയ്ഡ് ചെയ്യുക, ഒന്ന് വന്നു ഒന്ന് കിട്ടാനില്ല, പൈസ ഇല്ല, ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സുകൾ എഫിഷ്യൻറ്റ് വന്ന സാധനങ്ങൾ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഇക്കണോമിക് അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മൊത്തം അനാലിസിസ് ആയി അതിന്റെ ഫിനാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരിക. പക്ഷെ ഇക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കൂടുതലും കോസ്റ്റ് ഫോക്കസിലാണ് അത് വരിക. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസ് ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രൊജക്ട്, ഇക്കണോമിക് അനാലിസിസ് കോസ്റ്റ് ടു സൊസൈറ്റി, കോസ്റ്റ് കൺസിഡറേഷന്റെ ആക്ച്വൽ മോണിറ്ററി കോസ്റ്റ്, ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടിയും എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഡിസിഷൻ ക്രൈറ്റീരിയ ഒക്കെയാണ് ഇക്കണോമിക് അനാലിസിസിൽ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ കുറച്ച് വൈഡർ മോഡിലാണ് ചെയ്യുക. ട്രേറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ സ്വഭാവം, ഒരു സക്സസ്ഫുൾ പ്രോജക്ട് മാനേജറുടെ കഴിവുകൾ, ഒന്ന് ലീഡർഷിപ്പ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, സോൾവിംഗ് സ്കിൽ, മാനേജ്മെന്റ്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ടൈം, ടെക്നിക്കൽ, പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ സൈഡ് പോയിന്റ്സ്. ഇനി എസ്എ ക്വസ്റ്റ്യൻ 10, ഒരു പ്രൊജക്ട് ഫിനാൻസിങ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എവിടുന്നൊക്കെയാ പ്രൊജക്ട് ഫിനാൻസ് കിട്ടുക? ഓൺ ഫണ്ട്, സ്വന്തം ഫണ്ട്. ആ സ്വന്തം ഫണ്ടിന്റെ പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് അതിനെ പറയുക. പിന്നെ നമുക്ക് ഫണ്ട് കിട്ടുക ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടും, പ്രിഫറൻസ് ഷെയർസ് വഴിയും കിട്ടും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ഓക്കെ, ഡിബെഞ്ചേഴ്സിനും ബോണ്ട്സും ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഫണ്ട് കിട്ടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സബ്സിഡീസ് ഗവൺമെന്റിന്റെ ലാൻഡ് കിട്ടാം. പിന്നെ തുടക്കക്കാർക്കുള്ള വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്ന ഇതുണ്ട്, ഹൈ റിസ്ക് ഇന്നോവേറ്റീവ് പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് വെഞ്ചർ ക്യാപിറ്റൽ തരുന്ന ആൾക്കാരുണ്ട്, ഇവിടുന്ന് ആവാം. ഇവിടുന്നൊക്കെയാണ് പണം കിട്ടാനുള്ള വഴികൾ. പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നീക്ക് എന്തൊക്കെയാ? നിങ്ങൾ FM പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഒന്ന് പോസ്റ്റ് പേ ബാക്ക് പീരിയഡ്, NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. 2 തരമുണ്ട്, അതായത് പ്രോബബിലിസ്റ്റിക്കും നോൺ പ്രോബബിലിസ്റ്റിക്കും ഉണ്ട് മെത്തേഡുകളുണ്ട്. അതായത് പേ ബാക്ക്, NPV. പേ ബാക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ PV ഫാക്ടർ കൺസിഡർ ചെയ്യില്ല, ഇന്നത്തെ രൂപ നാളത്തെ എത്രയാന്നുള്ളതൊന്നും നോക്കാതെ ഡിസിഷൻ എടുക്കുന്നതാണ് പേ ബാക്ക് മെത്തേഡ്. പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ് NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു പ്രൊജക്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്? ഹൗ ചേഞ്ചസ് ഇൻ വേരിയബിൾസ് ആഫ്റ്റർ ദി എഫക്ട് ദി പ്രൊജക്ട് ഔട്ട്കംസ്. അതായത് നമ്മുടെ ഇതിൽ വരുന്ന ഒരു HR ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന ചേഞ്ചസ് അതെങ്ങനെയാണ് പ്രൊജക്ട് ഔട്ട്കമ്മിനെ ബാധിക്കുക? പണം പെട്ടെന്ന് വന്നില്ല, അപ്പൊ അതെങ്ങനെയാണ് പ്രൊജക്ടിനെ ബാധിക്കുക? ഇങ്ങനെ ഓരോ ചേഞ്ച് ഇൻ വേരിയബിളും പ്രൊജക്ടിന്റെ ഔട്ട്കമ്മിനെ എങ്ങനെ ബാധിക്കും എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, നമ്മൾ പറയാ. ഓക്കെ, സോ ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് നോട്ട് അത് ഇതാക്കിയത്. നല്ല നോട്ടാണ്, നിങ്ങൾ നല്ലതായിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, പഠിക്കാൻ നോക്കൂ. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു. പറ്റിങ്ങ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇടാം.